അതുപോലെ അവർ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവർക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പാടുണ്ടോ, അതുപോലെ തന്നെ മനഃപ്പാടമുള്ള തോതാം സ്പർശിക്കാൻ പാടുണ്ടോ. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ മദ്രസയിലൊക്കെ പോകാറുണ്ട്. ആ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും ഇതുപോലെ അവരുടെ അശുദ്ധിയുടെ ദിവസങ്ങളിൽ ഖുർആൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രാമാണികമായി? പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഗ്രന്ഥമാണ്. ഇന്ന് ലോകത്ത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്നാം പ്രമാണമാണ്. അപ്പോൾ അതിനെ പവിത്രതയോടെ, പരിശുദ്ധതയോടെ, ബഹുമാനാദരവുകളോടെ സമീപിക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത എന്ന് പറയുന്നത്. പരമാവധി ശുദ്ധിയോടെ, വൃത്തിയോടെ ആ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അതേസമയം ഒരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ചിലപ്പോൾ മുസഹഫ് പിടിക്കേണ്ടി വരും. അതിന് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്ത കുറേ വഴികളുണ്ട്. നേർക്കുനേരെ ഖുർആൻ തൊടാതെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ പരിഭാഷ, അല്ലെങ്കിൽ അറബിയിൽ തഫ്സീറായിട്ടുള്ള എന്നിട്ട് പറയുന്നത്, അഥവാ ഖുർആനിൻ്റെ ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ മറ്റു ടെക്സ്റ്റുകൾ ആയിരിക്കണം. അങ്ങനത്തെ തോന്നുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ മുസഹഫ് തന്നെ മുമ്പിൽ വെച്ചിട്ട് വേറൊരാളിങ്ങനെ മറിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണെങ്കിലും പ്രശ്നമല്ല. കൈകൊണ്ട് തൊടാതിരിക്കുക ആർത്തവകാരികൾ എന്നാണ് ഷാഫി മദ്ഹബിൻ്റെയൊക്കെ വീക്ഷണം. എന്നാൽ പരിശുദ്ധ ഖുർആൻ സ്പർശിക്കുന്നത് വിലക്കുന്നതായ ഖണ്ഡിതമായ തെളിവുകളൊന്നുമില്ല എന്നതാണ് പണ്ഡിതന്മാർ നല്ലൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. അതിന് ഉദ്ധരിക്കപ്പെടുന്ന ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ സൂറത്തിൽ വാഖിയയിലാണ് തോന്നുന്നത് പറഞ്ഞ അത് ഖുർആനെ പറ്റിയല്ല, ലൗഹുൽ മഹ്ഫൂദിനെ പറ്റിയാണ്.